ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാം അല്ലേ കുഞ്ഞ്? ഡേ ഇൻ മൈ ലൈഫ് ഇൻ ദ സെൻസ് അമ്മയുടെ ഫുഡ് എന്താണെന്നുള്ളത്, അതായത് എൻ്റെ ഒരു ദിവസത്തെ ഫുഡ്. ഓക്കെ, ഞാനപ്പോൾ ഇപ്പോൾ 14 kg കുറഞ്ഞു കേട്ടോ. ഐ വാസ് 80. ഇപ്പോൾ ഞാൻ 66 ആയിട്ടുണ്ട്. ഇനി ഒരു 4 kg കൂടെ കുറച്ചാൽ ഞാൻ പഴയ വെയിറ്റ് ആവും. ഞാൻ ഈ തടി കുറയ്ക്കാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് പറഞ്ഞുതരാം. ഇന്നത്തേൽ നമുക്ക് ഫുഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യാം. രാവിലെ ഞാൻ ഉറക്കെണീറ്റ് അപ്പം തന്നെ കുറേ വെള്ളം കുടിക്കും. കാരണം പറഞ്ഞുതരാം, തിരക്കാവുമല്ലോ നമുക്ക്. കുറച്ച് കഴിയുമ്പോൾ വീട്ടിലെ കാര്യവും കൊച്ചുങ്ങളെ കാര്യമൊക്കെ ആയിട്ട് തിരക്കാവുമ്പോൾ ഞാൻ മറന്നു പോകും വെള്ളം കുടിക്കാൻ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ രാവിലെ തന്നെ കുറേ വെള്ളം കുടിക്കും കേട്ടോ, വെറും വയറ്റിൽ. ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്. പിന്നെ ഫുഡ് കഴിച്ചു തുടങ്ങും. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് 11 o'clock ആവും മോർണിംഗ്. കാരണം ഞാൻ 9:30 ചിലപ്പോൾ എണീക്കും. ഇവിടെ കോഴി കൂവുന്നത് ഒരു 9:30-10:00 ആവും. കാരണം ഇപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് ഇതിൻ്റെ ഉറക്കം ഇടയിൽ കുറേ ഇൻട്രപ്റ്റഡ് ആവും. അപ്പോൾ എൻ്റെയും ആവും. എന്നിട്ട് ഞങ്ങൾ എണീക്കുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ ഞാൻ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരു 11 AM ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ക്യാമറാമാൻ അവിടെ കുട്ടീനെ കളിപ്പിച്ചിരിക്കുക. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു കൊടുക്കുമോ പ്ലീസ്? പിന്നിലോട്ട്, ക്യാമറ പിന്നിലോട്ട്. ഇന്ന് ഞാൻ കഴിക്കുന്നത് 2 ദോശ, ചമ്മന്തി, സാമ്പാർ കേട്ടോ. എന്നോട് പാൽ ആക്ച്വലി അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞായിരുന്നു ഡോക്ടർ. ഹലോ, ഒരു മിനിറ്റ്, ഇപ്പോൾ ശരിയാക്കി തരാം. കുറച്ചടുത്തേക്ക് ശല്യം ഉണ്ടാവില്ല. ഇതൊന്ന് കാണിച്ചു കൊടുക്കുമോ? എൻ്റെ മുഖം കണ്ടോ നിങ്ങൾ? 5 ഡോക്ടേഴ്സിനെ കണ്ടു. 5 ഡോക്ടേഴ്സും പറഞ്ഞു ബ്രസ്റ്റ് ഫീഡിങ് നിർത്തണം, എന്നാലേ ശരിയാവുള്ളൂ എന്ന്. കാരണം എന്തോ ബോഡിയിൽ പ്രൊലാക്റ്റിനോ അങ്ങനെ എന്തോ ഒരു ടേം, സോറി എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, അത് കൂടുക അത്ര. അപ്പോൾ അതങ്ങനെ ഉണ്ടാവും. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മുടെ പീരിയഡ്സ് റെഗുലർ ആവാൻ കുറച്ച് സമയം എടുക്കില്ല. അപ്പോൾ എനിക്കതായിട്ടില്ല. ഏതൊരു മാസം ഞാൻ തീരെ ആയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രോബ്ലം. അപ്പോൾ ഇത് കാരണം ഞാനിപ്പോൾ ഫ്രൈഡ് മീറ്റ്, പിന്നെ പാല്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ കട്ട് ചെയ്തു കേട്ടോ. പകരം ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയോ? കരിക്ക് വെള്ളം ചിലപ്പോൾ ഓർഗാനിക് കരിക്ക് മേടിച്ച് കുടിക്കും. അല്ലെങ്കിൽ നമ്മുടെ മോളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പാക്കറ്റിൽ കിട്ടും നല്ല കരിക്ക് വെള്ളം. അത് മേടിച്ച് വെക്കും, ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കും. എനിക്ക് ടേസ്റ്റ് ആക്ച്വലി ഇഷ്ടമല്ല. പക്ഷേ ഇങ്ങേർക്ക് എന്തെങ്കിലും ശരീരത്തിൽ പിടിക്കണമല്ലോ എന്ന് ആലോചിച്ച് ഞാൻ കുടിക്കണതാ. അല്ല കുഞ്ഞി, മതിയടോ ചിരിച്ചത്, മാടി ചിരിച്ചത്. ഓക്കെ, ഞാൻ ആദ്യം ഇതിനൊന്ന് സൈഡാക്കട്ടെ, എന്നിട്ട് എണ്ണീറ്റ്. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് മാത്രമല്ല, ഞാൻ ഓരോ ദിവസം പല ടൈപ്പ് സംഭവങ്ങളാണ് കഴിക്കുക. അപ്പോൾ ഇന്ന് ദോശയാണെങ്കിൽ ചിലപ്പോൾ നാളെ വീറ്റ് ബ്രെഡും എഗ്ഗും കഴിക്കും. എഗ്ഗ് ഞാനിപ്പോൾ കുറച്ച് അവോയ്ഡ് ചെയ്ത് വെച്ചേക്കുക. കാരണം ഈ കുരുക്കളൊക്കെ വന്നതിന് ശേഷം ഞാൻ എഗ്ഗൊന്ന് കുറച്ചു. പിന്നെ ഉപ്പുമാവ് കഴിക്കും, ഇഡ്ഡലി കഴിക്കും, പുട്ടും പഴവും കഴിക്കും. പുട്ട് ഇൻ ദ സെൻസ് വീറ്റ് പുട്ട്, അതായത് ഗോതമ്പ്, ഓട്സ്, തേങ്ങയൊക്കെ നല്ലപോലെ ഇട്ടിട്ട് ഭയങ്കര യമ്മിയാണ് കേട്ടോ. അതും പഴവും കൂട്ടി കഴിക്കും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വേരീസ്, പല ടൈപ്പ് കഴിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു 11 o'clock ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ലഞ്ച് കഴിക്കുന്നത് ഒരു 3-3:30 ആകുമ്പോൾ. സാധാരണ എനിക്ക് വെജീസിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചും പിന്നെ എനിക്ക് തടി കുറയണമല്ലോ എന്ന് ആലോചിച്ചും ഞാൻ വെജീസ് കുറേ കഴിക്കാൻ തുടങ്ങി. അതിനിടയിലൊക്കെ വെള്ളം നന്നായി കുടിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കാം. ഞാൻ മറന്നു പോകും. അപ്പോൾ ഇടയ്ക്ക് ഞാൻ അലാറം വരെ വെക്കും കേട്ടോ. ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയി തോന്നും. കാരണം ഒരു 5:30 ആകുമ്പോൾ മൂവിൻ്റെ ക്ലാസ് ഉണ്ട് എനിക്ക്. പിന്നെ ഞാൻ വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഞാൻ എപ്പോഴും ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. എന്താണ്? ഓക്കെ, വെയിറ്റ്, അടുത്തതിന് സമയമായി. വെയിറ്റ്. ഇവനിപ്പോൾ ഇവിടെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുക. ഇതിലിങ്ങനെ കുറേ പീസസ് പൊട്ടിച്ചിട്ട് കൊടുക്കും. ഫസ്റ്റ് ആൾ ട്രൈ ചെയ്യുമായിരുന്നു ഒരുത്ത് വായിൽ വെക്കാനേ. അപ്പോൾ കിട്ടുന്നില്ല, കാരണം ഇത് വിടത്തില്ല. ആളിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. കിട്ടാണ്ടാകുമ്പോൾ ദേഷ്യം വന്ന് പൊക്കെടുത്ത് താഴെ ഇടും. എൻ്റെ സ്വഭാവമാണെന്നാണ് തോന്നുന്നത്. സോ ഇനി ബാക്കിയുള്ളത് പിന്നെ പറഞ്ഞു തരാം. ആദ്യം ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ, എനിക്ക് നല്ല വിശപ്പുണ്ട്. സോ ദിസ് ഇസ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിരുന്നു. ഈ ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സ് ഉണ്ടല്ലോ, യു ക്യാൻ കം. ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതെല്ലാവരും കേൾക്കണം കേട്ടോ, അല്ലെങ്കിൽ അറിയാത്തവർക്ക് നിങ്ങളിത് കേൾക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കാം. നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ കാലറി ബേണിംഗ് നടക്കും. അതായത് ഒരു ദിവസം ഒരു ലേഡിയുടെ ബോഡിയിൽ ഒരു 500 to 600 കാലറീസ് ബേൺ ആവും. പലർക്കും ഇതറിയില്ല. അപ്പോൾ ഇതറിയാണ്ട് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കുറേ ഡയറ്റ് ചെയ്യും, കുറേ വർക്കൗട്ട് ചെയ്യും.
അങ്ങനെ ചെയ്യരുത് കേട്ടോ. ബോഡിക്ക് ആവശ്യമുള്ളത്ര മാത്രം. ഇപ്പോൾ 1000 കാലറി ഒന്നും പോയി വർക്കൗട്ട് ചെയ്ത് കളയരുത്. കാരണം ഓൾറെഡി ബോഡിയിൽ 500 to 600 കാലറി ബേൺ ആവുന്നുണ്ട്. അപ്പോൾ പിന്നെയും ഒരു 600ഓ 700ലോ മാക്സിമം കട്ട് ചെയ്യുക ആൻഡ് ദെൻ സ്റ്റോപ്പ്. കാരണം എന്താണെങ്കിലും ഓവർഡു ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെൽത്തിനെ അത് എഫക്റ്റ് ചെയ്യും. ഹെൽത്ത് മാത്രമല്ല, പാലുണ്ടാവുന്ന നല്ല പോലെ കുറയും. പാല് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവരത് എഫക്റ്റ് ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞു തന്നെ. അറിയാത്തവർക്ക് അതൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇൻഫർമേഷൻ എനിക്ക് വേണോ? കുഞ്ഞൊരു ദോശയൊക്കെ ഇവിടെ. അപ്പോൾ ഇതാണ് എൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങൾ. അത് ഞാൻ ഡീറ്റെയിൽ ആയി കാണിച്ചു തരാം. ഇനി ഞാൻ ചെയ്യുന്ന വർക്കൗട്ടൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഞാൻ വൈകിട്ട് 5:30 to 7 ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എനിക്ക് മൂവിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാനും കൂടെ ചെയ്യണമല്ലോ. അപ്പോൾ നല്ലപോലെ ഒന്ന് ബേൺ ആവും. പിന്നെ ഞാൻ ഇടയ്ക്ക് നടക്കാൻ പോവും. വീക്ക്ലി ഒരു 3 to 4 ഡേയ്സ് ഞാൻ നല്ലപോലെ നടക്കാൻ പോവും. 1 hour ഒക്കെ നടക്കും കേട്ടോ. ബിൽഡിങ്ങിൻ്റെ താഴെ ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും സ്പീഡിൽ. പിന്നെ ഇടയ്ക്ക് ജിമ്മിൽ പോവും. എനിക്ക് പറ്റുന്ന ദിവസമൊക്കെ ജിമ്മിന് പോകാൻ നോക്കും. അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് ത്രെഡ്മില്ല് കുറച്ച് നേരം ഓടും. പിന്നെ ആപ്സിന് കുറച്ച് വർക്കൗട്ട് ചെയ്യും. അതായത് സിറ്റപ്സ് ഉണ്ടല്ലോ, അവിടെ വെയിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു 1.5 അല്ലെങ്കിൽ 2 kg എടുത്ത് പിടിച്ചിട്ട് ഞാൻ സിറ്റപ്സ് ചെയ്യും. പിന്നെ അതുപോലെ ലെഗ് റേസസ് ഒക്കെ ചെയ്യും, ആപ്സ് ഒന്ന് കുറയാൻ വേണ്ടിയിട്ട്. എനിക്കിനി ആപ്സിൻ്റെ ഇവിടെയും കൂടെ കുറച്ച് കുറയ്ക്കാനുണ്ട്. ആക്ച്വലി ഇങ്ങനെ ഭയങ്കര പ്ലിങ്ങി ആയിട്ട് കിടക്കുക. അപ്പോൾ അതായത് ഭയങ്കര സാഗി ആയിട്ട് കിടക്കുക. ലൈക്ക് ഫാറ്റൊക്കെ പോയല്ലോ, അപ്പോൾ ഇങ്ങനെ സ്കിൻ ലൂസായി കിടക്കും. ഇനി അതിൽ എനിക്ക് മസിൽ സ്ട്രെങ്തനിങ്, അതായത് സ്കിൻ ടൈറ്റനിങ് ഒക്കെ ചെയ്തിട്ട് വേണം കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ. സമയമെടുക്കും. ഇറ്റ്സ് എ വെരി സ്ലോ പ്രോസസ് ആയിരുന്നു. എനിക്ക് ആക്ച്വലി ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നേ. മടി പിടിക്കുകയോ കുറയ്ക്കാൻ പറ്റില്ലേ, കാരണം കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇത്തവണ. ഈ പ്രഗ്നൻസി തൊട്ടിട്ട് ഡെലിവറി കഴിഞ്ഞിട്ടും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു എൻ്റെ മൈൻഡ് ഒന്ന് ഡീവിയേറ്റ് ആയി പോവോ, എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ. ബട്ട് ഐ കുഡ്. യാ, എല്ലാവരെ കൊണ്ടും പറ്റും. ചിലർ മെസ്സേജ് ചെയ്ത് പറയൂ കേട്ടോ, ലൈക്ക് 1.5 years 2 years ഒക്കെ കുഞ്ഞിനെ മാത്രം നോക്കിയിരുന്നു, ഡയറ്റ് ഒന്നും ചെയ്തില്ല, വർക്കൗട്ട് ഒന്നും ചെയ്തില്ല, കുഞ്ഞിൻ്റെ ഹെൽത്ത് മാത്രം നോക്കി. ഇതൊന്നും ഭയങ്കര പ്രൗഡായിട്ടാണ് പറയുക. പക്ഷേ പ്ലീസ് ഡോണ്ട്. കാരണം ഇപ്പോൾ എല്ലാം മാറി. നമ്മൾ ഗൈനക്കിൻ്റെ അടുത്ത് പോകുമ്പോഴും അവർ തന്നെ പറയും നമ്മളോട് 45 days മാക്സിമം, അത് കഴിഞ്ഞാൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങണം. അവർ പറയുന്നത് എന്താണെന്നറിയോ, നമ്മളൊന്നും ചെയ്യാണ്ട് ഒരു 2 years ഒക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യാൻ ചിലപ്പോൾ കുറേ ലേറ്റ് ആവും നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ ഒത്തിരി ലേറ്റ് ആവാനൊന്നും പാടില്ല. ഒരു 1.5 or 2-3 months ബേബീനെ ഒന്ന് ശരിക്കും നോക്കുക. എന്നിട്ട് ഒരു 1 hour for us. അത് അവർ തന്നെ വർക്കൗട്ട്സ് പറഞ്ഞു തരും. ലെഗ് റേസസും ഹിപ്പ് സ്ട്രോങ് ആക്കാനുള്ളതൊക്കെ അവർ തന്നെ പറഞ്ഞു തരും. അപ്പം അതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. മടി പിടിച്ചിരിക്കേണ്ട. മടിയല്ല, ചിലരത് ബേബീനെ മാത്രം നോക്കി അവർക്കേ ജീവിതം എന്നുള്ളൊരു സ്കീമിൽ പോവും. അപ്പോൾ അവരോടാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെയല്ല, നമ്മുടെ ശരീരവും നമ്മൾ നോക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവാന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോൾ നമുക്കൊന്നിനും പറ്റാണ്ടാവും. നമ്മൾ ഭയങ്കര ഹെവി ആയിട്ട് തന്നെ ഇരിക്കും. ഹെവി ആയിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചിലർ ഫ്ലെക്സിബിൾ ആയിരിക്കും, അപ്പോൾ അവർക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ ചിലർക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, വിച്ച് ഇസ് റോങ്. അപ്പോൾ അവരോടാണ് ഈ പറയുന്നത്. ഓക്കെ, യാ. ഇനി ബാക്കി ലഞ്ചൊക്കെ കാണിച്ചു തരാം. വാ ഇവിടെ. അല്ലല്ല, കഴിക്കുക. ഇതിലെ 1 ദോശ സിയോസ് കം. അങ്ങനെ എൻ്റെ ലഞ്ച് ടൈം ആയിട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 3:30 ഒക്കെ ആകുമ്പോഴാണ് ലഞ്ച് കഴിക്കാറ്. കാരണം 5:30 എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ 2 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ്. സോ ഇന്ന് എൻ്റെ ലഞ്ച് എന്താണെന്നറിയോ? പരിപ്പ് കറിയും മീമി ഫ്രൈ, കുഞ്ഞി മീമി ഫ്രൈ. ഞാൻ മീറ്റൊക്കെ ഒഴിവാക്കിയേക്കുവാണ് ഗൈസ്. ഒരു മൂവി കണ്ടു, സെക്ടർ 36. അതിൽ പിന്നെ എനിക്ക് ചിക്കനും മട്ടണും ബീഫും ഒക്കെ കണ്ടാൽ വൊമിറ്റ് ചെയ്യാൻ വരുക. അയ്യോ, എങ്ങനെ മട്ടൻ കഴിച്ചിരുന്ന പാർട്ടിയാണെന്നറിയോ? യാ, സോ ദിസ് ഇസ് മൈ ലഞ്ച്. ഇതെൻ്റെ കുഞ്ഞീര ചപ്പാത്തിയാണേ. പക്ഷെ ആൾ ഇവിടെ ഇല്ല, ഉറക്കുക. കുഞ്ഞിക്ക് പല്ല് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആൾ ഇത്തിരി ക്രാങ്കിയ, ഉറങ്ങുക. ഇടയ്ക്ക് ഞാൻ ഫിഷ് സാൽമൺ എടുക്കുമായിരുന്നു. സാൽമൺ ഒരു പീസ് എടുത്തിട്ട് വളരെ കുറച്ച് ഓയിലൊന്ന് സോൾട്ടും പെപ്പറും ഒക്കെ ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കും. പിന്നെ പോർഷൻ ഓഫ് സോൾട്ടഡ് ക്യാരറ്റ്, കുക്കുംബർ, കോൺ പുഴുങ്ങിയിട്ട് കുരുമുളകൊക്കെ ഇട്ട്, അതും യമ്മിയാണ്. അപ്പോൾ അത് ഇരുന്ന് കഴിക്കാനും ഭയങ്കര രസമാണ്, കാണാനും ഭയങ്കര രസമാണ്. പിന്നെ സ്റ്റൊമക്ക് ഭയങ്കര ഫില്ലിംഗ് ആയിരിക്കും. യാ, അപ്പോൾ 5:30 to 7 എങ്ങനെ പോയാലും ക്ലാസ്സിൻ്റെ സമയമായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് നടക്കാൻ പോവും. നടന്ന് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എൻ്റെ ഹെൽത്തി സ്മൂത്തി കഴിക്കും. സോ ദാറ്റ്സ് ഓൾ. അത്രയാണ് എൻ്റെ ഫുഡ് ഇൻടേക്ക് വരുന്നത്.
ഇടയിൽ ഞാൻ കുറേ വെള്ളം കുടിക്കുന്നുണ്ട്, ഇടയ്ക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്. ഷുഗറൊക്കെ നല്ല പോലെ കട്ട് ചെയ്തു കേട്ടോ, നല്ല പോലെ കട്ട് ചെയ്തു. മതി. ഹലോ. അങ്ങനെ എൻ്റെ മൂവ് ക്ലാസ് കഴിഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് നടക്കാൻ പോയി. എന്താ നോക്കണേ, കുഞ്ഞുണ്ണിങ്ങനെ എത്തി നോക്കുക. ഒന്ന് കുളിച്ചു ഫ്രഷായി. ഇനി ഞാൻ എൻ്റെ സ്മൂത്തി കുടിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ സ്മൂത്തി ഇൻ മേക്കിംഗ് കാണിച്ചു തരാം. റൈസ്, ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ടാറ്റു കണ്ടു, ടാറ്റു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോൾ പാല് അധികം പറ്റത്തില്ല, സോ ഞാൻ കോക്കനട്ട് ആൻഡ് ആൽമണ്ട് മിൽക്ക്, ഇതാണ് സ്മൂത്തിയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ അല്ലാത്ത സമയം ഞാൻ കുടിക്കുന്നത് കാണിച്ചു തരാം. ഇതാണ് ഞാൻ അല്ലാത്ത സമയത്ത് കുടിക്കുന്നത്. ഇത് ഫ്രഷ് കോക്കനട്ട് വാട്ടർ പോലെ മേടിക്കുന്നതാണ്, പക്ഷേ ഇതിൽ കുറച്ച് ആഡഡ് ഷുഗർ ഉണ്ട്. ആഡഡ് ഷുഗർ ഇല്ലാത്തതും മേടിക്കാൻ കിട്ടും കേട്ടോ. സോ ഇതാണ് നമ്മളുടെ സ്മൂത്തി. ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയ ഗ്ലാസ്സിലാണ് ഞാൻ കുടിക്കുക. ഇത് ആക്ച്വലി ഭയങ്കര തിക്കായിട്ടാണ് ഞങ്ങൾ അടിക്കാറ് കേട്ടോ. പക്ഷെ ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. അങ്ങനെ ഒരു ദിവസമാണ്. അത്ര തിക്കായിട്ടില്ല, എന്നാലും ഇത് ഇനഫാണ്. ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് പീനട്ടൊക്കെ ഇട്ട് കൊടുക്കും, അതും കുറേ ടേസ്റ്റ് ആഡ് ചെയ്യും. ഇതിൽ ആക്ച്വലി കിട്ടുന്ന ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ഇടാറുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ എത്ര ഫ്രൂട്ട്സേ ഉള്ളൂ, അപ്പോൾ അതൊക്കെ ഇട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. കുഞ്ഞിക്ക് വേണോ? അപ്പോൾ ഇതാണ് എൻ്റെ ഡിന്നർ കേട്ടോ. ഇനി ഇടയ്ക്ക് ഇത് ഫുൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറ് നല്ലപോലെ നിറയും. പിന്നെ വിശക്കാണെങ്കിൽ, അത് ഇപ്പോൾ ഇല്ല, വല്ലപ്പോഴും വിശക്കുമ്പോൾ ഞാൻ ഒരു ചപ്പാത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുഴുങ്ങിയ മുട്ട ഒരെണ്ണമൊക്കെ കഴിച്ചാൽ നല്ല ഫില്ലിംഗ് ആയിരിക്കും. അങ്ങനെ അതന്നെ, ഇവിടെ ഞങ്ങൾ ഓർഗാനിക് മുട്ടയാണ് മേടിക്കും ഒരു ഫാമിൽ നിന്ന്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇത്തിരിയും കൂടെ വയറൊന്ന് ഫില്ലാക്കും. അപ്പോൾ ദിസ് ഇസ് മൈ ഡിന്നർ. എൻ്റെ പൊന്നെ, അപ്പോൾ ദാറ്റ്സ് ഓൾ. നമ്മളൊരുവിധം പോർഷൻസൊക്കെ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി എന്താണ് അറിയണ്ടതെന്ന്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.